പുരുഷന്മാരുടെ അവകാശത്തിനും നീതി നിഷേധത്തിനും വേണ്ടി വാദിച്ച് രംഗത്തെത്തിയിരുന്ന രാഹുൽ ഈശ്വറിനോട് തുടക്കത്തിൽ പല ആളുകൾക്കും എതിർപ്പായിരുന്നെങ്കിൽ ഷിംജിത വിഷയത്തോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. രാഹുൽ ഈശ്വറിന്റെ വാദങ്ങളിൽ പലതിലും കഴമ്പുണ്ടെന്നും ആളുകൾ പ്രതികരിച്ചു തുടങ്ങി. കൂടാതെ മുൻപുണ്ടായിരുന്നതിനേക്കാൾ സ്വീകാര്യതയും ഇപ്പോൾ രാഹുൽ ഈശ്വറിന് ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ പുരുഷന്മാരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കുന്ന രാഹുലിന്റെ വാക്കുകൾ പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചർച്ചയിലെ രാഹുലിന്റെ വാദങ്ങളാണ് ശ്രദ്ധിക്കപ്പെട്ടത്. സ്ത്രീ സുരക്ഷയ്ക്കായിട്ടുള്ള നിലവിലുള്ള പല നിയമങ്ങളും പുരുഷന്മാർക്കെതിരെ വ്യാജമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? അത്തരം സാഹചര്യങ്ങളിൽ പുരുഷന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒരു ഔദ്യോഗിക സംവിധാനം വേണോ? ഈ പശ്ചാത്തലത്തിൽ പുരുഷന്മാരുടെ പരാതി പരിഹരിക്കാൻ പുരുഷ കമ്മീഷൻ ആവശ്യമാണോ എന്ന വിഷയമാണ് കഴിഞ്ഞ ദിവസം 24 ന്യൂസിൽ ശ്രീകണ്ഠൻ നായർ അവതരിപ്പിക്കുന്ന തമ്മിൽ എന്ന പരിപാടി പരിശോധിച്ചത്. പുരുഷ കമ്മീഷന് വേണ്ടി വാദിക്കുന്ന ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ, മുൻ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ പ്രമീള ദേവി, എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ഡോക്ടർ വിനീത വിജയൻ, എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ VP സുഹ്റ, എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ഗാർഗി, എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി സൈക്കാട്രിസ്റ്റ് ഡോക്ടർ LC ഉമ്മൻ, സൈക്കാട്രിസ്റ്റും അഭിഭാഷകയും സോഷ്യൽ റിഫോമറുമായ സജിത, ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് റെബിൻ വിൻസെന്റ് ഗ്രാലൻ തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. സംവാദത്തിൽ അഡ്വക്കേറ്റ് റെബിൻ വിൻസെന്റ് ഗ്രാലന്റെ വാദമുഖങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. വ്യാജ പരാതികളിൽ പുരുഷന്മാർ ജയിലിലാകുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നില്ലെന്ന തരത്തിലായിരുന്നു അഡ്വക്കേറ്റ് റെബിൻ വിൻസെന്റ് ഗ്രാലന്റെ വാദങ്ങൾ. ഒരു സ്ത്രീ വ്യാജ പരാതി നൽകിയാൽ 14 ദിവസമോ 30 ദിവസമോ ജുഡീഷ്യൽ റിമാൻഡിൽ കഴിയുന്നത് ഒരു ജയിൽ സന്ദർശനമായി മാത്രം കണ്ടാൽ മതിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. നമ്മൾ മജിസ്ട്രേറ്റിന്റെ അതിഥികളായി ജുഡീഷ്യൽ റിമാൻഡിൽ പോകുന്നു എന്ന് കരുതിയാൽ മതി. ആ റിമാൻഡ് കാലയളവ് ഒരാളെ കൂടുതൽ ശക്തനാക്കേ ഉള്ളൂ എന്നായിരുന്നു ഗ്രാലന്റെ വാദം. ജുഡീഷ്യൽ റിമാൻഡും ശിക്ഷാ കാലയളവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും ജനങ്ങൾ ഇതിനെ തെറ്റായി കാണുന്നത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഇമേജ് കൊണ്ടാണെന്നും അദ്ദേഹം വാദിച്ചു. ഗ്രാലന്റെ ഈ കാൽപ്പനിക വാദത്തെ രാഹുൽ ഈശ്വർ ശക്തമായി എതിർത്തു. എന്തെങ്കിലും ജയിലിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ച രാഹുൽ, പുറത്തുനിന്ന് തത്വം പറയാൻ എളുപ്പമാണെന്നും അകത്ത് കിടക്കുന്നവനെ അതിന്റെ ബുദ്ധിമുട്ട് അറിയൂ എന്നും തിരിച്ചടിച്ചു. കൗതുകരമായ ആ വാദത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു. അഡ്വക്കേറ്റ് റെബിൻ വിൻസെന്റ് പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെ: ഞാൻ പറയുന്നത് ഇതൊരു പുതിയ സംവിധാനം വേണം, പുരുഷ കമ്മീഷൻ വേണമെന്നല്ല. ഇവിടെ നല്ല നിയമവ്യവസ്ഥയിൽ ഒരു സ്ത്രീയുടെ വ്യാജ പരാതി കിട്ടിയാൽ ഒരു ജുഡീഷ്യൽ റിമാൻഡിൽ 14 ദിവസത്തെയോ 30 ദിവസത്തെയോ അത് ജയിൽ സന്ദർശനമായി കാണേണ്ടതില്ല. വി ആർ ദ ഗസ്റ്റ് ഓഫ് ദ മജിസ്ട്രേറ്റ്, വി ആർ ജസ്റ്റ് ഡൂയിങ് ഫോർ എ ജുഡീഷ്യൽ റിമാൻഡ്. ആ റിമാൻഡ് കാലയളവിൽ കൂടുതൽ ശക്തരാകാം. എപ്പോഴെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ എന്ന് രാഹുൽ ഈശ്വർ തിരിച്ചു ചോദിച്ചു. അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട് വെളിയിൽ നിന്ന് തത്വം പറയാം, അകത്ത് കിടക്കുന്നവന് വേദന അറിയൂ എന്നും രാഹുൽ മറുപടി നൽകി. പിന്നീട് ഗ്രാലൻ പറഞ്ഞത്: ഞാൻ പറയുന്നു, ഞാൻ മുൻപ് കണ്ടതിനേക്കാൾ സുന്ദരനും സുമുഖനുമായിട്ടാണ് ജയിലിൽ നിന്ന് രാഹുൽ പുറത്തിറങ്ങിയതെന്ന്. അത് ജയിലിൽ കിടന്നതിന്റെ സൗന്ദര്യമാണോ എന്ന് ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ കാൽപ്പനികത കൊള്ളാമെന്ന് രാഹുൽ ഈശ്വരും പറഞ്ഞു. ഗ്രാലൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുതെന്ന് മറുപടി നൽകുന്നു. ജുഡീഷ്യൽ റിമാൻഡ് ഈസ് ഡിഫറൻറ്റ് ഫ്രം കൺവിക്ഷൻ ഇൻ ജയിൽ. കുറ്റവാളിയാണ് പറഞ്ഞുകൊണ്ടുള്ള ശിക്ഷാകാലയളവല്ലെന്നും അദ്ദേഹം പറയുന്നു. തുടർന്ന് രാഹുൽ ഈശ്വർ നൽകുന്ന മറുപടി ഇങ്ങനെയാണ്: അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ അംഗീകരിക്കുന്നു, പക്ഷേ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാത്തതുകൊണ്ടാണ് 14 ദിവസം ഗസ്റ്റ് ഓഫ് ദ മജിസ്ട്രേറ്റ് ആണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ കിടക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയൂ. അങ്ങനെയാണെങ്കിൽ ജയിൽ സംവിധാനങ്ങളാണ് മാറ്റേണ്ടതെന്ന് ഗ്രാലൻ മറുപടി നൽകി. പക്ഷേ എന്തിനാണ് 14 ദിവസം മനുഷ്യന്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുക? അങ്ങനെയാണെങ്കിൽ വ്യാജ പരാതി കൊടുത്ത സ്ത്രീ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കട്ടെ എന്ന് രാഹുലും മറുപടി നൽകുകയായിരുന്നു.